ഒരു കുത്തിത്തിരിപ്പുകാരൻ എന്ന പേര് കേൾപ്പിക്കാൻ താല്പര്യമില്ലാതിരുന്നതുകൊണ്ടാണ് നമ്മുടെ കേന്ദ്രമന്ത്രി, കേന്ദ്ര സർക്കാരിലെ നമ്മുടെ പ്രതിനിധി, തൃശ്ശൂർ MP ശ്രീമാൻ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സൂപ്പർ ഡ്യൂപ്പർ പ്രകടനത്തെക്കുറിച്ച് നിശബ്ദത പാലിച്ചത്. 40 കൊല്ലം മാധ്യമരംഗത്ത് പ്രവർത്തിച്ചതാണ്. ഇതുവരെ അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായിട്ടില്ല. ഇനി അത് വേണ്ട എന്ന് കരുതി. പക്ഷേ ശ്രീ സുരേഷ് ഗോപി ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അത് വയനാട്ടിൽ സംഭവിച്ച ഈ മഹാദുരന്തത്തെക്കുറിച്ച് തന്നെയാണ്. അതിന് കേരളത്തിന് ലഭിക്കേണ്ട കേന്ദ്ര സഹായത്തെക്കുറിച്ചാണ്. ഈ ദുരന്തം, അതിൻ്റെ വ്യാപ്തി, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി ഏറെ വിവരിക്കേണ്ട കാര്യമില്ല. നാം ധാരാളം ഉപന്യസിച്ചു കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് കേന്ദ്രത്തിൽ നിന്നുള്ള അടിയന്തരമായ സഹായമാണ്. കേരളത്തിന് അവകാശപ്പെട്ട, അർഹതപ്പെട്ട സഹായമാണ്. അതെപ്പോൾ ലഭിക്കും എന്നാണ് ചോദിക്കുന്നത്. താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന് സമയമായില്ല പോലും എന്നാണല്ലോ. അതുകൊണ്ടാണ് എപ്പോഴാണ് ആ സമയം എത്തുക എന്ന് വീണ്ടും ചോദിക്കുന്നത്. നമ്മളിത് സംസാരിക്കുമ്പോൾ 342 പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗിക കണക്ക്. 250 പേരെ കാണാനില്ല. അവരിൽ പലരും മണ്ണിനടിയിലാവും, ചിലർ ഒലിച്ചു പോയിട്ടുണ്ടാവും. അതുമാത്രമല്ല പ്രധാനപ്പെട്ട പ്രശ്നം, ജീവിച്ചിരിക്കുന്നവർ, അവരിന്ന് ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഭയപ്പാടോടുകൂടി, പകപ്പോടുകൂടി വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവരുടെ ജീവിതമാർഗം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കിടപ്പാടം പോയി, അവരുടെ കൃഷിയിടങ്ങൾ നശിച്ചു, അവരുടെ വളർത്തുമൃഗങ്ങൾ ചത്തുപോയി, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു. അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരൻ, സഹോദരി. ഈ ദുരന്തത്തെ അതിജീവിച്ചവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായ രേഖകൾ പോലും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മരിച്ചവർ, കാണാതായവർ, അവരും ഇവിടെ ജീവിച്ചിരുന്നവരാണെന്ന് ഇപ്പോൾ ഈ ദുരന്തത്തെ അതിജീവിച്ചവർ തെളിയിക്കേണ്ടി വരും. ഇതാണ് ഇപ്പോൾ വയനാട്ടിലെ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളൊക്കെ നിർബന്ധിതരാകുന്നത്. ഇനി എന്താണ് സാർ കേരളം ചെയ്യേണ്ടത്? താങ്കളുടെ ഭാഷ കടമെടുത്താൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും മറ്റു കാര്യങ്ങളും വിവരിച്ചുകൊണ്ട്, ഇവിടെ ഒരു ദുരന്തം നടന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഹർജി തയ്യാറാക്കി ₹1 റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അയക്കണം. അതിൻ്റെ ഒരു പകർപ്പ് ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും കൊടുക്കണോ? ഇനി അതും പോരഞ്ഞ് BJPയുടെ ദേശീയ പ്രസിഡന്റ് നഡ്ഡയ്ക്ക് അതിൻ്റെ ഒരു കോപ്പി നൽകണം. എങ്കിൽ മാത്രമേ കേരളത്തിന് അർഹതപ്പെട്ട സഹായം നൽകൂ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർ, ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, അങ്ങുകൂടി ഉൾപ്പെടുന്ന കേരളം ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമല്ല എന്നുണ്ടോ? ഈ ദുരന്തം ഉണ്ടായത് വെളുപ്പിന് 12:00-ക്കും 3:00-ക്കും ഒക്കെ ആയിട്ടാണ്. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു 0 ഓവറിൽ. പക്ഷേ അന്നേരം അത് സ്പീക്കർ സ്വീകരിച്ചില്ല. വൈകുന്നേരം ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങളായിട്ട് അത് ലോക്സഭയിലും രാജ്യസഭയിലും വന്നു. ചെറിയ ചർച്ചയും നടന്നു. പക്ഷേ ആ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ കേരളത്തെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായത്. ഈ അപകടം നടന്ന മേപ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വളരെ മുൻകൂട്ടി തന്നെ അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്ന് അതനുസരിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നുവെങ്കിൽ ആൾനാശം കുറയുമായിരുന്നു, ഒഴിവാക്കാനാവുമായിരുന്നു എന്ന് പറഞ്ഞ് കേരളത്തെ വിമർശിക്കാനാണ് ഒരുങ്ങിയത്. അല്ലാതെ കേരളത്തിന് എന്തെങ്കിലും ഒരു സഹായം നൽകുന്നതിനെക്കുറിച്ച്, സാമ്പത്തിക സഹായം നൽകുന്നതിനെക്കുറിച്ച് ആ മണിക്കൂറിൽ അതായിരുന്നു വേണ്ടിയിരുന്നത്, അതായിരുന്നു അത്യാവശ്യം. അതിനെപ്പറ്റി ഒരു വാക്ക് പറയുന്നതിന് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും തയ്യാറായില്ല. വാസ്തവത്തിൽ ഈ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ ഉടനെ തന്നെ ഒരു പ്രാഥമിക സഹായം എന്ന നിലയിൽ ഒരു പാക്കേജ് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. കാരണം അടുത്ത മണിക്കൂറിൽ കേരളം
മറ്റൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ദുരിതാശ്വാസ നടപടികളിലേക്ക് നീങ്ങുകയാണ്, അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. അതിന് സാമ്പത്തികമായ പിൻബലം വേണം, പണം വേണം. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുകയാണെന്ന് കേന്ദ്രത്തിന് അറിയാം. ഇതൊന്നും കേന്ദ്രം കണക്കിലെടുത്തില്ല. ഈ പാർലമെൻറ്റ് ഇത് ചർച്ചയ്ക്ക് വരുമ്പോഴും അതിനൊരു മറുപടി പറയാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. സമക്ഷത്ത് അതൊന്ന് ചോദിച്ചു പോയി ചില പത്രപ്രവർത്തകർ ഈ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനെ പറ്റി. അതാണ് അങ്ങേക്ക് ഇഷ്ടപ്പെടാതെ പോയത്. പക്ഷേ ക്ഷമിക്കണം പ്രഭു, ഇത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്, ഈ സ്റ്റേറ്റിന് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. അത് ചോദിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ ജോലിയാണ്. താങ്കൾ പറഞ്ഞു ഇത് മാധ്യമങ്ങളോടൊന്നും ഇതേപ്പറ്റി വിശദീകരിക്കേണ്ടതില്ല എന്ന്. അത് അങ്ങയുടെ ശരി, അങ്ങയുടെ സത്യം, അങ്ങയുടെ നിലപാട്. താങ്കൾക്ക് മാധ്യമങ്ങളെ ഒഴിവാക്കാം, അവരോട് വിശദീകരിക്കാതിരിക്കാം, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാം. എങ്കിലും മാധ്യമപ്രവർത്തകർ അത് ചോദിച്ചുകൊണ്ടിരിക്കും. താങ്കൾക്ക് വേണമെങ്കിൽ അവരെ ഒഴിവാക്കി ആശ്വസിക്കാം. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും കേരളത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം നൽകുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ വായ തുറന്നിട്ടില്ല. അവരും സമയമായില്ല പോലും എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്നാണാവോ ഈ സമയമാവുക? അതിൻ്റെയൊക്കെ അർത്ഥം സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഈ സമയമാകൽ അതൊരു 1.5 സമയമാകലാവാം. നമുക്കറിയാം, ഇപ്പോൾ ശ്രദ്ധ എന്ന് പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനത്തിലാണ്, അല്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിലാണ്, ഈ ദുരന്തമുഖത്ത് രോഗങ്ങൾ പടരാതിരിക്കുന്നതിലാണ്, ഭക്ഷണവും വസ്ത്രവും ഒക്കെ എത്തിക്കുന്നതിലാണ്. അവിടെ രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. ഇവരൊക്കെ ക്യാമ്പുകൾ സന്ദർശിച്ചു, ദുരന്തമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു, ആളുകളെ കണ്ടു, അവലോകന യോഗങ്ങളൊക്കെ നടത്തി. അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്ക് അല്ലെങ്കിൽ പൊടിപടലങ്ങൾ ഒന്ന് അടങ്ങിയതിന് ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തെത്തി, ഒരു കരയ്ക്കെത്തി എന്ന് ഉറപ്പായതിനു ശേഷം ഒരു വരവങ്ങ് വരുമായിരിക്കും അല്ലേ? അപ്പോഴായിരിക്കും ഒരു സമയമാകൽ സംഭവിക്കുന്നത് അല്ലേ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർ, ഇതൊന്നും രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് മുതലെടുക്കാനോ ഉള്ള സമയമല്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യുക തന്നെ വേണം. ഇപ്പോഴും കേരളം കേണുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ സഹായത്തിനു വേണ്ടി. നല്ല നിലയിലെ ദുരിതാശ്വാസ പ്രവർത്തനം, അതിനുശേഷം നടക്കേണ്ട പുനരധിവാസം. നേരത്തെ പറഞ്ഞല്ലോ, എത്രയോ ആളുകൾക്ക് കിടപ്പാടവും കൃഷിസ്ഥലങ്ങളും വരുമാന സ്രോതസ്സുകളും എല്ലാം നശിപ്പിച്ച് അവർക്കെല്ലാം ഇനി ഒന്നേ എന്ന് തുടങ്ങണം. അതിനൊക്കെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാവുക. അതിനുള്ള സഹായമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് കേരളത്തിൻ്റെ അവകാശമാണ്, അർഹതപ്പെട്ട കാര്യമാണ്. അത് ചോദിക്കുമ്പോഴാണ് താങ്കളെപ്പോലുള്ളവർ സമയമായില്ല എന്ന് പറയുന്നത്. താങ്കൾ മന്ത്രിയാവുമ്പോൾ 8-9 വകുപ്പുകളുടെ നിയന്ത്രണ ചരട് താങ്കളുടെ കൈവശം ഉണ്ടാകുമെന്നും അതുപയോഗിച്ചുകൊണ്ട് താങ്കൾ കേരളത്തെ സ്വർഗമാക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ താങ്കളിൽ വലിയ വിശ്വാസം അർപ്പിച്ചു പോയത്. തമിഴ്നാടിൻ്റെ കാര്യം കൂടി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാ. അത് കേട്ട് അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ വളരെയധികം സന്തോഷിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തിന് അടിയന്തര സഹായം വേണ്ട ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോഴും താങ്കൾ പറയുന്നു സമയമായില്ല പോലും. താങ്കൾ ആദ്യം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കി. പക്ഷേ ഈ പത്രപ്രവർത്തകന്മാരെന്ന് പറയുന്നത് കുത്തിത്തിരിപ്പുകാരാണെങ്കിലും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവരതിനെ കൗണ്ടർ ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സഹായം വരും, പ്രഖ്യാപിക്കും, ഇപ്പോൾ സമയമായിട്ടില്ല. അതുമാത്രമല്ല, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും മറ്റു കാര്യങ്ങളും അടങ്ങുന്ന വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കണം കേന്ദ്രത്തോട്, അപ്പോൾ തരും എന്ന് താങ്കൾ പറഞ്ഞത്. സാർ, ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനം അത് ഈ സിനിമയുടെ ഗ്ലാമറിന് കീഴിൽ നിൽക്കുന്നത് പോലെ സുഖമുള്ള ഏർപ്പാടല്ല, കുളിര് പകരുന്ന ഒരു സംഗതിയല്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്.
പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വരുമ്പോൾ അതിനെ നേരിടേണ്ടി വരും. ചിലപ്പോൾ പത്രലേഖകരടക്കമുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. സങ്കടപ്പെടുന്നവരെയും ദുഃഖിക്കുന്നവരെയും ചേർത്ത് പിടിക്കേണ്ടി വരും. ഇതൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ പറയുമ്പോൾ വെറുതെ മാധ്യമപ്രവർത്തകരെ കുത്തിത്തിരിപ്പുകാരാക്കരുത്. അല്ലെങ്കിലും അതാണല്ലോ നിങ്ങളുടെ ഒരു ശൈലി. മോദിയെ വിമർശിച്ചാൽ അല്ലെങ്കിൽ BJP-യെക്കുറിച്ച് എന്തെങ്കിലും വിമർശനം പറഞ്ഞാൽ ഉടനെ അവരെ രാജ്യദ്രോഹികളായിട്ട് കുറ്റപ്പെടുത്തും. കേരളത്തിന് അർഹതപ്പെട്ട സഹായത്തെപ്പറ്റി ചോദിച്ചാൽ കുത്തിത്തിരിപ്പുകാരാക്കും. ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അത് വെച്ചവസാനിപ്പിക്കുന്നതിനെപ്പറ്റി ഇപ്പോഴേ ആലോചിച്ചു തുടങ്ങുന്നതായിരിക്കും അഭികാമ്യം. കാരണം അങ്ങേക്ക് പറ്റിയ നല്ല കഥാപാത്രങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അങ്ങ് സിനിമയിലേക്ക് തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ധാരാളം ആരാധകരും പ്രേക്ഷകരുമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ഉപായം പറയാം കേട്ടോ. ഇതുപോലെ അസുഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉത്തരം മുട്ടിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഡൽഹിക്ക് അങ്ങ് സ്കൂട്ടാവുക. മോദി വിളിച്ചെന്നോ അമിത്ഷാ വിളിച്ചെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടെന്നോ പറഞ്ഞാൽ മതി.